ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണ ഒരു ബീഫ് കറിയാണ്. നെയ്ച്ചോറിൻ്റെ കൂടെയും പൊറാട്ടൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു കറി കേട്ടോ അത്. അപ്പോൾ ഇതിൽ ഞാനൊരു ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ട്. ആ ഇൻഗ്രീഡിയൻസ് ആരെങ്കിലും ബീഫ് കറിയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് എൻ്റെ ഉമ്മ വെക്കുന്ന കറി കേട്ടോ. ഉമ്മ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് നാടൻ രീതിയിലാണ്. കൂടുതൽ മസാലകളൊന്നും ചേർത്തുന്നില്ല. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ കറി ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ ആ വെളിച്ചെണ്ണയിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത്, പിന്നെ ഒരു സവാള ഞാൻ ഇതിനെടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് കേട്ടോ. സവാള ചേർത്തിട്ടൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഞാൻ ഈ ഉള്ളി ചെറുതായി മുറിച്ചെടുത്തത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിലേക്ക് ഞാനൊരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വലുതായി മുറിച്ചെടുത്താൽ കുറച്ച് നേരം സമയം എടുക്കും വഴറ്റി വരാൻ, അതുകൊണ്ടാണ്. അപ്പോൾ അതിലേക്ക് ഞാനൊരു വലിയ ഇഞ്ചി കഷ്ണം, ഒരു 10 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്, അതിലേക്ക് ഞാൻ കുറച്ചധികമായിട്ട് ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട്. ഒരു വലിയ പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 200 ഗ്രാമൊക്കെ ചേർത്താൻ പറ്റിയതാണ് കേട്ടോ നല്ലത്. 1.5 ടേബിൾ സ്പൂണോളം കുരുമുളക് ചേർത്തിട്ടുണ്ട്. 3/4 ടേബിൾ സ്പൂണോളം വലിയ ജീരകം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. അരക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇതേപോലെ ചതച്ചെടുക്കണേ. അപ്പോൾ നമ്മൾ ഉള്ളി ഏകദേശമൊക്കെ വഴന്നായിട്ടുണ്ട്. നല്ല ചുവപ്പ് കളറാകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ മസാല അതിലേക്ക് ചേർത്തി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഒരു തക്കാളിയാണ് കേട്ടോ. ഒരു ചെറിയ തക്കാളിയുള്ള ഞാൻ ചേർത്തി കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു തക്കാളി ചേർത്തി കൊടുക്കാം. എത്ര പോകുന്നൊരു തക്കാളി ഞാൻ ചേർത്തി കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഒന്ന് നീളത്തിലരിഞ്ഞിട്ട് പെട്ടെന്നൊന്ന് വഴഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് ഇത് നീളത്തിലരിഞ്ഞ് ചേർത്തി കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് മസാലകൾ എന്തൊക്കെ ചേർക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അത് ഞാൻ നിറച്ചെടുത്തിട്ടുണ്ടേ. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണ് ഗരം മസാല പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഇൻഗ്രീഡിയൻസ് ഉണ്ട് പറഞ്ഞില്ലേ, അത് ഇതാണ് കേട്ടോ. കറുത്ത കസ്കസ്, അതൊരു 1/2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. അത് നിങ്ങൾ ആരെങ്കിലും ചേർത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ആ കറിക്ക് നല്ല മണവും നല്ല രുചി നൽകുന്ന സാധനം കേട്ടത്. അപ്പോൾ ഞാൻ ഇത് കറിയിലേക്ക് ചേർത്തി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ഒന്ന് മൂപ്പിച്ചെടുക്കാം. മസാലകളൊക്കെ ഞാൻ ഇവിടെ തന്നെ പൊടിച്ചെടുക്കുന്നതാണ്. ഞാൻ പുറത്തുനിന്ന് മസാലയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മളെ വല്യമ്മമാരൊക്കെ വീട്ടിൽ കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അവരൊന്നും പുറത്തുനിന്ന് മസാലയൊന്നും അധികം ചേർത്തില്ല. പക്ഷേ അവർ കറികളൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ ബീഫ് ചേർത്തി കൊടുക്കുകയാണ്. അപ്പോൾ ബീഫ് എടുക്കുമ്പോഴേ നമ്മൾ കുറച്ച് നെയ്യും കുറച്ച് എല്ലും ഇല്ല ബീഫ് എടുക്കുക കേട്ടോ. അതായിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് വിനാഗിരി ചേർക്കുന്നുണ്ട് കേട്ടോ. സുർക്ക, അത് തൈരുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. തൈരുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്തി കൊടുത്താൽ മതി. തൈര് എൻ്റെ അടുത്തില്ലാത്തതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട്. ഈ ഇറച്ചിക്ക് നല്ല സോഫ്റ്റ് കിട്ടും, പെട്ടെന്ന് വെന്തും കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിനാഗിരി ചേർത്തി കൊടുത്തത്. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ അതിൽ ചതച്ച മിക്സിയിൽ ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്തിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലാതെ ഞാൻ ഇതിൽ വെള്ളമൊന്നും ചേർത്തുന്നില്ല കേട്ടോ. എന്നിട്ട് ഒരു വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് ഫുള്ളിൽ വെക്കാം. ഒരു വിസിൽ വന്നതിന് ശേഷം ഞാനൊരു 20 മിനിറ്റോളം സിമ്മിലിട്ടിട്ട് കേട്ടോ വേവിച്ചെടുത്തത്. അപ്പോഴേക്കും നമ്മൾ ആ ബീഫ് വെന്തിട്ടുണ്ടായിരുന്നു. ചില ബീഫ് വേണമെങ്കിൽ കുറച്ച് സമയമൊക്കെ എടുക്കും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഒന്ന് നോക്കിയിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ എൻ്റെ ബീഫ് വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഈ സുർക്ക ഒഴിച്ചാൽ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മളെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ടേ. ഇപ്പോൾ കണ്ട നമ്മളെ ബീഫ് ഇതിൽ ഞാൻ അധികം വെള്ളമൊന്നും ഒഴിച്ചിരുന്നില്ല. ആ 3 ടേബിൾ സ്പൂണെല്ലാം ഒഴിച്ചിരുന്നു കേട്ടോ.
അപ്പോൾ നമ്മളെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 തണ്ട് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട്. അതും കൂടെ ഉണ്ട് ഒഴിക്കുമ്പോഴല്ല നല്ല മണമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക.